കഴിഞ്ഞ വീഡിയോയിൽ ബ്രഹ്മലോകത്തെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ് എത്തുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നമുക്ക് അറിയാൻ സാധിക്കും, ഇമോഷനുകളെ നമുക്ക് അറിയാൻ സാധിക്കും, ഇമോഷണൽ ബ്ലോക്ക് പാറ്റേൺസുകളെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെയാണ് എല്ലാ സ്പിരിച്വൽ സീക്കേഴ്സിൻ്റെയും ടേണിംഗ് പോയിൻ്റ് ആരംഭിക്കുന്നത്. ഭൂരിഭാഗം സ്പിരിച്വൽ സീക്കേഴ്സും ഈ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് ടൈമിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിന് കാരണം ഈ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ഇൻഫർമേഷൻ ഫ്രീക്വൻസികളിലേക്ക് നമ്മളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. ചിലപ്പോൾ എൻലൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ ഇൻഫർമേഷനുകളിലേക്ക് നമ്മളുടെ ബ്രെയിൻ കണക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, അത് പുസ്തകമാക്കുക, അല്ലെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുക, അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് കടക്കും. പക്ഷേ അവിടെ ആ ഒരു പാണ്ഡിത്യം കൊണ്ടോ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടോ നമ്മളത് ഒരു ഹാബിച്വൽ പോലെ കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്തതുകൊണ്ടോ നമ്മളുടെ ഒരു മെൻ്റൽ പാറ്റേണുകൾ റിപ്പീറ്റ് ആകുകയല്ലാതെ യഥാർത്ഥ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേരാൻ അത് നമ്മളെ സഹായിക്കില്ല. പല സയൻറ്റിസ്റ്റുകളും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസിയിലേക്ക് ബ്രെയിനിനെ ട്യൂൺ ചെയ്തുകൊണ്ട് പല ഇൻഫർമേഷനുകളും കളക്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു സയൻറ്റിഫിക്കൽ റിസർച്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ യഥാർത്ഥത്തിൽ ഒരു ദിവസമെങ്കിലും സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ, ഒരു ദിവസമെങ്കിലും സാറ്റിസ്ഫാക്ഷനോടുകൂടി ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ഉണ്ടാവുള്ളൂ. ലൈഫിൽ എല്ലാം നമ്മൾ നേടിയാലും നമുക്ക് ഒരു പീസ് ഇല്ല, സമാധാനം ഇല്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു പ്യുവറായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഇല്ല എങ്കിൽ നമ്മൾ ഈ ലൈഫ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പലപ്പോഴും ഈ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തുമ്പോൾ തന്നെ പല സ്പിരിച്വൽ സീക്കേഴ്സും സിദ്ധികളിലേക്ക് ഫോക്കസ് ചെയ്യും. സിദ്ധികൾ ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് സ്വന്തമാക്കാവുന്നതാണ്. സിദ്ധികളുള്ള മാജിക്കൽ പവറുകളുള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ആ ഒരു വ്യക്തി ആയിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ സിദ്ധികൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് അവരിലേക്ക് പോകാം. പക്ഷേ അവരെ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരുടെ യഥാർത്ഥമായിട്ടുള്ളൊരു റിയലൈസേഷൻ എന്താണ് എന്നുള്ളത്. സിദ്ധികളൊക്കെ ആർക്ക് വേണമെങ്കിലും സ്വന്തമാക്കാം, അവരൊക്കെ നല്ലവരായിരിക്കണമെന്നൊന്നും യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. പ്രാക്ടീസിങ് ആണ് സിദ്ധികളുടെ അടിസ്ഥാനം. പക്ഷേ ഈ സിദ്ധികൾ, ഈ പവറുകൾ എല്ലാം എവിടെയാണ് ഉണ്ടാകുന്നത്? അവയർനെസ്സിൽ തന്നെയാണ്, പ്യുവർ അബ്സല്യൂട്ട് അവയർനെസ്സിൽ തന്നെയാണ്. നമ്മൾ എന്തറിയുന്നോ ഓൾറെഡി അവയർനെസ് അവിടെയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ സെൽഫ് റിയലൈസേഷൻ ആകുന്നില്ല. യഥാർത്ഥ ട്രൂത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സെൽഫ് റിയലൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവെയറായിട്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക എന്നുള്ളതുമല്ല. നമ്മൾ ഈ നിമിഷത്തിൽ എന്താ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവെയർനെസ്സോടുകൂടി ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് അതെന്താണ് ഇൻവെസ്റ്റ് ചെയ്ത് അത് നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതല്ല അവെയർനെസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഒബ്സർവ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മനസ്സിൽ എന്താണ് ചിന്തകളിപ്പോൾ എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. പക്ഷേ ഈ പോയിന്റിലെത്തുമ്പോൾ, ആ പീസ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എല്ലാ സ്പിരിച്വൽ സീക്കേഴ്സും സിദ്ധികളിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ഒരു ഫ്രീക്വൻസി ട്യൂൺ ചെയ്ത് ചാനലിംഗ് പോലെ പ്രവർത്തിക്കും. പല ഇൻഫർമേഷനുകളും നമുക്ക് ഗ്യാദർ ചെയ്തുകൊണ്ടേയിരിക്കാം. അതൊരു ഹാബിറ്റായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഡെയിലി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക,
അത് പറയുക, പഠിപ്പിക്കുക, എഴുതുക, അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, അങ്ങനെയുള്ളൊരു ആ ഒരു ടൈം ലൂപ്പിലേക്ക് നമ്മൾ എൻ്ററായി പോകും. പക്ഷെ അവിടെയും നമ്മൾ യഥാർത്ഥ അവെയർനെസ്സിലേക്ക് എത്തിച്ചേരില്ല. യഥാർത്ഥ അവെയർനെസ് എവർ പ്രസൻ്റാണ്, സെൽഫ് ലൂമിനൻ്റാണ്, അത് സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ്. അപ്പോൾ പിന്നെ അതിന് മറ്റൊരു ലാമ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അഹം ബ്രഹ്മാസ്മി, അയം ബ്രഹ്മം എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഓൾറെഡി അവെയർനെസ് അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ അഹം ബ്രഹ്മാസ്മി, അയം ബ്രഹ്മം എന്നൊക്കെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് അവിടെ നിൽക്കും. കാരണം അത് ടൈമിൻ്റെ ഉള്ളിലാണ്. നമ്മളത് തിരിച്ചറിയുന്നേക്കാൾ മുന്നേ അവെയർനെസ് അവിടെ ഉണ്ട്. ടൈംലെസ്സിലാണ് അവെയർനെസ്, ടൈമിൻ്റെ ഉള്ളിലാണ് എല്ലാ സ്പിരിച്വൽ ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം നടക്കുന്നത് വിതിൻ അവെയർനെസ്സാണ്. അവെയർനെസ് ഇറ്റ് സെൽഫ് ഈസ് ദ ലൈറ്റ് ദാറ്റ് റിവീൽസ് എവറിത്തിങ്. അവർ തോട്ട്, ഇമാജിനേഷൻസ്, ലൈറ്റ്, ഫോംസ്, നാച്ചർ, സയൻസ്, ദ വേദാസ്, പുരാണാസ്, ഇതിഹാസാസ് ആൻഡ് ഓൾ അവർ സ്പിരിച്വൽ എക്സ്പീരിയൻസസ്, വിഷൻസ്, സ്പിരിച്വൽ പവേഴ്സ് ലൈക്ക് സിദ്ധീസ്, മെമ്മറീസ് ഓഫ് പാസ്റ്റ് ലൈഫ് ബർത്ത്സ്, ദിസ് യൂണിവേഴ്സ്, ഈവൻ മൾട്ടിപ്പിൾ യൂണിവേഴ്സ്, നമ്മളുടെ ഈവൻ കോൺഷ്യസ്നെസ് ഓൾസോ, all appear within awareness. Before we know anything, awareness is already there. Whatever we know only through awareness. It is ever present, silent knowing and self-luminous. അപ്പോൾ പിന്നെ അവിടെ മറ്റൊരു വെളിച്ചത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ്റെ സ്കോളറോ ഒന്നും ആവശ്യമില്ല. മഹാവേദവാക്യാസൊക്കെ അത് ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ലാമ്പ്, അതിലേക്കുള്ളൊരു പാത്ത് മാത്രമാണ്. പക്ഷേ യഥാർത്ഥ റിയലൈസേഷൻ സംഭവിക്കുന്നത് സ്വയം ഞാൻ അവെയറാണ് എന്നുള്ളത് സ്വയം റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഞാൻ ഇതെല്ലാം അറിയുന്നു എന്ന് ആരാണ് അറിയുന്നത് എന്ന് സ്വയം അറിയുമ്പോൾ മാത്രമാണ് സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്പിരിച്വൽ സീക്കേഴ്സും ബ്ലോക്കാവുന്നത് ഇവിടെയാണ്. ഒന്നെങ്കിൽ സിദ്ധീസിലേക്ക് പോവും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ബർത്ത് ഇതിൻ്റെ മെമ്മറീസിലേക്ക് പോവും, അല്ലെങ്കിൽ ചാനലിങ് ഫ്രീക്വൻസിയിലേക്ക് കണക്റ്റായിട്ട് വീണ്ടും ടൈമിൻ്റെ ഉള്ളിലേക്ക് തന്നെ റൊട്ടേറ്റ് ആവുകയാണ്, ഹാബിറ്റായി മാറുകയാണ്. അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ എൻലൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ചിന്തകളിങ്ങനെ കാട് കയറി പോയിക്കൊണ്ടേയിരിക്കും, വീണ്ടും ടൈമിൻ്റെ ഉള്ളിൽ തന്നെ റൊട്ടേറ്റ് ആയിട്ട് വരും. പല സിദ്ധ ഗുരുക്കന്മാരും അവരുടെ ആ ഒരു ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് യുഗങ്ങൾ അവർ കണ്ടിട്ടുണ്ട് റിപ്പീറ്റഡായിട്ട് തന്നെ. ഓരോ യുഗങ്ങളും തന്നെ പല പ്രാവശ്യം അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ഈ ടൈമിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ടൈംലെസ്സിലേക്ക് എത്തിയിട്ടില്ല ഈ സിദ്ധ ഗുരുക്കന്മാരും, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അവെയർനെസ് നേടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസൊക്കെ ഗ്യാദർ ചെയ്തിട്ടുള്ള ചാനലിങ് ബ്രെയിൻ പോലെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും ടൈമിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നു എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് ടൈമിൻ്റെ ഉള്ളിലേക്ക് അല്ല വരേണ്ടത്, യഥാർത്ഥ അൺചേഞ്ച് ആയിട്ടുള്ള എവർ പ്രസൻ്റ് ആയിട്ടുള്ള സെൽഫ് ലൂമിനൻ്റ് ആയിട്ടുള്ള അതാണ് എന്നുള്ള ഒരു ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസിലേക്ക് എത്തുകയാണ് വേണ്ടത്. അപ്പോൾ സിദ്ധീസിലേക്കോ സിദ്ധികളിലേക്കോ ഒക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടേക്ക് എത്തില്ല. എന്നാൽ സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് സിദ്ധികളൊക്കെ സാധ്യമാണ്. പല സിദ്ധികളും പ്രാക്ടീസിലൂടെ നേടിയെടുക്കാം, പക്ഷേ സ്വാഭാവികമായിട്ട് ചില സിദ്ധികളൊക്കെ കിട്ടുകയും ചെയ്യും സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. കാരണം അവരുടെ മനസ്സിൽ അനാവശ്യ മെൻ്റൽ ചാറ്ററിങ് ഉണ്ടാവില്ല, അനാവശ്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവില്ല നമ്മളെക്കുറിച്ച്. അപ്പോൾ അവരുടെ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു സുഖം, ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്ക് പീസ് അവസ്ഥ, സമയത്തിന് കൂടുതൽ ദൈർഘ്യം, പെട്ടെന്ന് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല സമയം കടന്നു പോകുന്നത്. ഇത്ര നേരം നമ്മൾ ഈ വ്യക്തിയുടെ അടുത്തിരുന്നു എന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് തിരിച്ചറിയുക. ചില വ്യക്തികളോട് സംസാരിക്കുമ്പോഴായാലും ഇത്രയും സമയം നമ്മൾ ഈ വ്യക്തിയോട് സംസാരിച്ചോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയും. അങ്ങനെ നമുക്കൊരു സുഖം അനുഭവിക്കും സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്തിരിക്കുമ്പോഴോ അവരോട് സംസാരിക്കുമ്പോഴോ.
പക്ഷേ ഒരു പണ്ഡിതരായിട്ടുള്ള പഠിച്ച ഒരുപാട് പാണ്ഡിത്യം നേടിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ പാണ്ഡിത്യം അല്ലെങ്കിൽ അറിവിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിലേക്ക് നമ്മൾ എൻ്ററായി നമ്മൾ കൂടുതൽ നമ്മളുടെ അറിവ് അതിനേക്കാളും അവരെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടും നമ്മൾ ആർഗ്യുമെൻ്റ് നടത്തിക്കൊണ്ടും നമ്മളുടെ ബ്രെയിനിൽ വീണ്ടും ഒരു സഫറിങ് ആണ് നമ്മൾ അനുഭവിക്കുക. പക്ഷേ സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ ആ വ്യക്തി ഒന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി ആ വ്യക്തി എന്തെങ്കിലും സംസാരിച്ചാലും നമുക്കൊരു സുഖമാണ് നമ്മൾ അനുഭവിക്കുക. അതിലൂടെ നമുക്ക് തിരിച്ചറിയാം ആ വ്യക്തി സെൽഫ് റിയലൈസ്ഡ് ആണോ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ എത്രത്തോളം ആ ഒരു പ്രകാശമുണ്ട് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചില വ്യക്തികൾ പല സിദ്ധികൾ നമുക്ക് കാണാൻ പറ്റും. സിദ്ധികളിലേക്കൊക്കെ അട്രാക്റ്റ് ചെയ്ത് നമ്മൾ പോവും. ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ അവരുടെ സംസാരത്തിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമ്മൾ ആ വ്യക്തിയിലേക്ക് എത്തിപ്പെടും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു നല്ല വ്യക്തിയല്ല, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളുടെ ഒരു ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോലുമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക. അപ്പോഴേക്കും നമ്മൾ ഒരുപാട് സഫറിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സിദ്ധികൾ ഉള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തി ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആ വ്യക്തി സെൽഫ് റിയലൈസ്ഡ് ആയി എന്നും ഒരിക്കലും നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ സിദ്ധികളല്ല സെൽഫ് റിയലൈസേഷൻ്റെ മാനദണ്ഡം. സിദ്ധികൾ പ്രാക്ടീസിലൂടെ സ്വന്തമാക്കാം. സിദ്ധികളെല്ലാം സംഭവിക്കുന്നതും ഈ ടൈമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾക്ക് എത്തേണ്ടത് ടൈംലെസ്സിലാണ് യഥാർത്ഥം നമ്മളുള്ളത്. ആ വെളിച്ചം അത് ഡാർക്ക്നെസ്സിനെ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് സെൽഫ് ലൂമിനൻ്റ് ആണ്. സൂര്യന് പോലെ അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു പ്രകാശം അല്ല അതൊരു ഡിവൈൻ അറിവ് തന്നെയാണ് ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്തിച്ചേരേണ്ട ആ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് സെൽഫ് അവെയർനെസ്, എബ്സല്യൂട്ട് അവെയർനെസ്, എവർ പ്രസൻറ്റ്. എല്ലാം അതിലാണ് ഉദിക്കുന്നത്. ഈവൻ കോൺഷ്യസ്നെസ് പോലും അതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഈ നിമിഷത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടൈം അവെയറായിരിക്കുക, അവെയർനെസ്സിൻ്റെ ഉള്ളിലിരിക്കുക എന്നുള്ളതല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ലൈഫിൽ ഈ നിമിഷത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആകുക എന്നുള്ളതല്ല. നമ്മൾ ആ ഒരു നിമിഷത്തെ അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മളതിലേക്ക് ഒരു സ്വാഭാവികമായിട്ട് ഇൻവോൾവ് ആയി പോകുന്നത് കാണാം. ചില സമയത്ത് നമ്മൾ ചില വ്യക്തികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ നമ്മൾ അവെയറായിട്ടിരിക്കുക, നമ്മൾ അറിയുക നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതേസമയം നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മൾ ചിന്തകളെയും ശ്രദ്ധിക്കുക, എന്തൊക്കെ ചിന്തകൾ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നു എന്നുള്ളതും വാച്ച് ചെയ്യാം. ഒരുപാട് വർഷങ്ങളോളം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും സെൽഫ് റിയലൈസേഷനിലേക്ക് വളരെ വൈകിയാണ് എത്തുന്നത്. കാരണം ഈ മെഡിറ്റേഷനും ധ്യാനവും ഒക്കെ നമ്മൾക്ക് ഈ ഒരു പോയിന്റിൽ ഡൈവേർട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. സിദ്ധികളിലേക്കും ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലേക്കും ഒരു ചാനലിംഗ് പോലെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിലേക്കും ഡൈവേർട്ടായി പോകും. അപ്പോൾ വീണ്ടും ടൈമിൻ്റെ ഉള്ളിൽ തന്നെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് അവർ, ഹാബിറ്റായിട്ട് വരികയാണ്. കഴിഞ്ഞ ജന്മത്തിൽ അക്വയർ ചെയ്തിട്ടുള്ള ആ നോളജൊക്കെ വീണ്ടും കളക്ട് ചെയ്തുകൊണ്ട് പിന്നെ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ജന്മത്തിലും അത് തന്നെ ഒരു പാറ്റേൺ പോലെ ഒരു ഹാബിറ്റായിട്ട് അതിലേക്ക് എൻ്ററായി പോവുകയാണ്, ലൂപ്പിലേക്ക്, ടൈം ലൂപ്പിലേക്ക്. പക്ഷെ അതിലേക്കല്ല നമുക്ക് എത്തിച്ചേരേണ്ടത്. നമ്മൾക്ക് യഥാർത്ഥ നമ്മളിലേക്കാണ്. ആരാണിത് അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പീസിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് ടൈം എടുക്കും. ഇമോഷണൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പീസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നവർക്ക് മാത്രമാണ് ഡയറക്റ്റ് അവെയർനെസ്സിലേക്ക്, ഈ പോയിന്റിലേക്ക് വരുള്ളൂ. അതിലേക്ക് എത്തിച്ചേർന്നാൽ പോലും ഡൈവേർട്ടായി പോകാൻ ഒരുപാട് ചാൻസസുകളുണ്ട്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പീസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എന്താണൊരു വഴിയെന്ന് വെച്ചാൽ
ഡിറ്റാച്ച്മെൻ്റാണ്. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തികളെ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതല്ല, നമ്മളുടെ ഇമോഷനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷണൽ ബ്ലോക്കുകളെ നമ്മൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ ബ്ലോക്കുകളെ എങ്ങനെ ഇല്ലാണ്ടാക്കും? നമ്മൾക്കതിനെ കാണാൻ പോലും പറ്റില്ല, നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ആ സമയത്ത് നമ്മളെ ഇമോഷണൽ ബ്ലോക്കുകളെ ഇല്ലാണ്ടാക്കുക? നമ്മൾ ആ ഇമോഷനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ആരാണ്, എന്തുകൊണ്ടാണ് ഇതെനിക്ക് അനുഭവിക്കുന്നത്? ഈ ഇമോഷൻ, ഈ സങ്കടം, അല്ലെങ്കിൽ ഈ ആങ്സൈറ്റി, അല്ലെങ്കിൽ ഈ ഒരു സംശയം, അല്ലെങ്കിൽ ഈ ഒരു ഡൗട്ട്, ഈ ഒരു സഫറിങ് എന്തുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? ആരാണിത് അനുഭവിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുമ്പോൾ, നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെ ശക്തി അവിടെ ഇല്ലാതാകും. ചിലപ്പോൾ അതൊരിക്കലും നമ്മുടെ ഒരു ബ്ലോക്കായിരിക്കില്ല, നമ്മളുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള DNA-യിൽ കടന്നിട്ടുള്ള ഒരു ഇൻഫർമേഷനുകളാണ് ചിലപ്പോൾ അത് അവിടെ സംഭവിക്കുന്നത് ഇമോഷണൽ ബ്ലോക്കായിട്ട്. അപ്പോൾ അത് നമ്മുടെ പോലുമല്ല. നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തുകൊണ്ട് ഞാനിത് അനുഭവിക്കുന്നു? എന്തിനാണ് ഞാനിപ്പോൾ ഈ സഫറിങ് അനുഭവിക്കുന്നത്? ഈ ഇമോഷൻ ഞാൻ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം എന്താണ്? ആരാണിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇതാണോ യഥാർത്ഥ ഞാൻ എന്നുള്ളത്? നമ്മളെന്നുള്ളൊരു പേഴ്സണാലിറ്റി പോലും ഒരു ചിന്തയാണ്. ചിന്തിക്കുന്ന ആളും ചിന്തകനും ഒന്ന് തന്നെയാണ്, ചിന്ത തന്നെയാണ്. അപ്പോൾ അവിടെ അൺചേഞ്ചാണ്, അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഒരു ബണ്ടിൽ ഓഫ് തോട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന നമ്മൾ. അപ്പോൾ അത് ഇൻഫർമേഷനാണ്. അപ്പോൾ അതും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും അതിന് സ്ഥായിയായിട്ടുള്ളൊരു ഭാവമില്ല. യഥാർത്ഥ ട്രൂത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. അത് സ്ഥിരമായിട്ട് അവിടെയുണ്ട്, എവർ പ്രസൻ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്കല്ലേ എത്തിച്ചേരേണ്ടത്. അല്ലാതെ നമ്മൾ വീണ്ടും ഒന്നുമല്ലാത്ത മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ അന്വേഷിച്ചല്ലല്ലോ പോകേണ്ടത്. അപ്പോൾ സിദ്ധികളും ഇൻഫർമേഷനുകളും ഒക്കെ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ടാവും. പക്ഷെ അതിലേക്കല്ല നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. യഥാർത്ഥ നമ്മളിലേക്കാണ്, നമ്മളാരാണ് എന്നുള്ള അന്വേഷണത്തിലേക്കാണ്. അത് ഡയറക്റ്റായിട്ട് നമ്മൾ ആരാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് ചിന്തകൾ കുറച്ചുകൊണ്ട്, നമ്മൾ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മളെ തന്നെ ബ്രെയിനിലേക്ക് നമ്മളുടെ ചിന്തകളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ അവയർനെസ്സിലിരിക്കുക എന്നുള്ളതല്ല. ചില സമയത്തൊക്കെ നമ്മളെ ഒബ്സർവ് ചെയ്യുക, നമ്മളെന്താ ചെയ്യുന്നത്, എന്താ കാണുന്നത്, അതിൽ നമ്മൾ എൻജോയ് ചെയ്യുക, ആ നിമിഷത്തെ അനുഭവിക്കുക. അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ ആദ്യം ഇരുന്ന് പിന്നെ കുറേ സമയം നമുക്ക് ആ ഒരു അവയർനെസ്സിലിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ റിയലൈസേഷനിലേക്ക് എത്തും, ഇതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്. പക്ഷെ അതും നമ്മൾ ഇടയ്ക്ക് സ്കിപ്പായി പോവും. നമ്മളുടെ ആ ഒരു ചിന്തകൾ കൂടുമ്പോൾ സ്കിപ്പായി പോവും. വീണ്ടും പക്ഷെ നമ്മൾ ആ അവയർനെസ്സിലേക്ക് എത്തുക, ചിന്തകളെ കുറച്ചുകൊണ്ട് എത്തുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം 5 മണിക്കൂർ 6 മണിക്കൂർ ഒന്നും മെഡിറ്റേഷൻ ചെയ്തിരിക്കണമെന്നല്ല. നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ട്, അത് എൻജോയ് ചെയ്തുകൊണ്ട്, ഞാനിപ്പോൾ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കാണുന്നു, അതിനെ ഞാൻ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നോക്കി കാണുക, അനുഭവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ അറിഞ്ഞോ ഒന്നുമല്ല യഥാർത്ഥ ആ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇൻഫർമേഷൻ ഒരുപാടുണ്ടാവും. പക്ഷെ അതല്ല, നമ്മൾ ഈ പ്രസൻറ്റിൽ നമ്മളതിനെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ കാണുക എന്നുള്ളതാണ്, അനുഭവിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു അതിനെ നമ്മൾ അവെയറായിട്ടിരിക്കുക, കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ല, അവെയറായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഡയറക്റ്റ്ലി അവെയർനെസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ സ്കിപ്പാവും, വീണ്ടും നമ്മൾ അവിടേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ട് എങ്കിൽ ഇതേപോലെ വീണ്ടും വരാം. ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസുകൾ മാത്രമാണ് കേട്ടോ. എല്ലാവർക്കും ഇതാണ്, എല്ലാവരും ഇത് തന്നെ വിശ്വസിക്കണം എന്നുള്ളതല്ല. ആക്ച്വലി ഇത് എൻ്റെ മാത്രം, ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. അവെയർനെസ്
Awareness itself is the light that reveals everything: our thought, imaginations, light, forms, nature, science, the Vedas, Puranas, Idihasas, and all our spiritual experiences, visions, spiritual powers like Siddhis, all our memories, our past birth, previous birth, this universe, consciousness, even multi-universe, all are appear within awareness. Before we know anything, awareness is already there. Whatever we know only through awareness. It is ever present, silent knowing, and self luminous. We know the sun does not need a lamp to see itself. In the same way, awareness does not need any spiritual powers or siddhis to know itself. Because awareness itself is the ultimate light. Aham Brahmasmi or I am Brahman is a silent statement or a lamp or a map to realization. But awareness is the actual presence that exists even before the statement, even the thought Aham Brahmasmi appear within awareness. The Mahavakyas of Vedas are like a map or a lamp that point to the truth. The scholars are those who help explain that map. Awareness is everything. It has no finite form. It is completely infinite. We cannot fully define it. We cannot truly express it. Everything appears within awareness, and awareness remains unchanged, limitless, silent, ever present. All things appear and disappear, even consciousness also dissolve, but awareness remains unchanged. In the same way, we are not the limited person, we are the limitless awareness, in which the person appears, so the real I is the limitless self-luminous. Self-realization happens only when one directly recognizes that awareness itself is one's true nature. This truth cannot be fully understood through spiritual statement or books alone. It must be directly realized as one's own ever-present reality. We cannot experience awareness as an object because it is the very presence and experiences everything. To directly recognize awareness, simply notice that thoughts, sensations, emotions, and perceptions are all appearing and disappearing, yet something silently know them. The silent ever present is knowing, which is aware. All are appearing and disappearing, yet something silently knows them. The silent ever present knowing, which is aware of even the thought I am experiencing, is awareness itself. It has no form, no come or go. It is always present. Self-realization happens when directly recognize this ever-present awareness as one's true nature. So, we have to reach that awareness is our true nature. Awareness itself is the light that reveals everything. We all are awareness, pure absolute awareness. Okay, thank you.